സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായിരുന്നു സമരം. സിപിഎം കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഎം ഏരിയ സെക്രട്ടറി എം.എ. ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ടി.വി. സുരേഷ് ബാബു അധ്യക്ഷനായി. ഐ.എസ്. കാസിം, എൻ.കെ. സുരേഷ്, നൂറുൽ ഹുദ, ബിന്ദുരാജൻ, പി.എൽ. പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ വേണം എന്നല്ല പറഞ്ഞു, ജീവിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ആ പ്രയാസത്തെ സർക്കാർ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ 1980 കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സിപിഎമ്മിന്റെ നേതാവ് സഖാവ് നായനാരാണ് 45 രൂപയാണ് പെൻഷൻ ആരംഭിച്ചത്. ആ 45 രൂപ പെൻഷൻ ആരംഭിച്ചു 80 തൊട്ട് പിന്നീട് അത് 120 എത്താൻ 2000 മുതൽ 2000-ലാണ് 120 രൂപ പെൻഷനാണ്. പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ഇ.ജി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി.എ. സുധീർ അധ്യക്ഷനായി. പി.കെ. സജിത്ത്, എൻ.കെ. അബ്ദുൽ നാസർ, കെ.കെ. മുരളി, കെ.ജി. സജീവ്, കെ.കെ. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അപ്പോഴേക്കും നിങ്ങൾ വലിയ സമരം കൂടാതൊന്നും നമ്മളാഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തൊഴിലുറപ്പിന്റെ അവസ്ഥ തന്നെയാണ്. തൊഴിലുറപ്പ് അത് കേന്ദ്രത്തിന്റെ വക. ഒരു പണി നമ്മുടെ നാട്ടിലെടുക്കാൻ പറ്റില്ല. നമ്മൾ കേരളത്തിലെ ഒരു പണി എടുക്കാൻ പറ്റില്ല. നിർമ്മാണ പ്രവർത്തനം നടത്താം, ബിൽഡിങ്ങുകൾ പണിയാം, റോഡ് പണിയാം, പാലം പണിയാം. ആര് ഈ തൊഴിലുറപ്പിന് പോകുന്ന സഹോദരിമാർക്ക് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാവും. 80 വയസ്സായാലും 77, 75, 80 വയസ്സ്, 90 വയസ്സായാലൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചന്ദ്രാപിന്നി എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം രാജേഷ ശിവജു ഉദ്ഘാടനം ചെയ്തു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അലോക് മോഹൻ, ലോക്കൽ സെക്രട്ടറിമാരായ എ.വി. സതീഷ്, ഷീന വിശ്വൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. 10 വർഷക്കാലം എന്തായിരുന്നു നമ്മുടെ കൊച്ചു കേരളം എന്ന് ഒന്നെത്തി നോക്കിയാൽ മാത്രമാണ് നമുക്കത് പൂർണ്ണമാവുകയുള്ളൂ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു കേരളം വിശ്വചക്രവാളത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയത് നമുക്കറിയാം. മാനവിമോചനത്തിൻ്റെ സവിശേഷ മാതൃകയ്ക്ക് സാക്ഷ്യം വഹിച്ച വർഷങ്ങളായിരുന്നു ആ കഴിഞ്ഞ 10 വർഷങ്ങൾ.